समुद्र उत सिन्धुरावो यस्यामन्नं സ്റ്റേജ് വേണ്ട, നമുക്ക് ഒന്നിച്ചുകൂടി ഇരുന്നാൽ കുറച്ചും കൂടി ലൈവാകും, അകലം കുറയുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും വളരെ അടുത്ത ഒരു ഫീലിംഗ്, കേട്ടിട്ടില്ലാത്ത കഥകൾ കേൾക്കുമ്പോഴുള്ളൊരു ഇമ്പം അതിലുണ്ടായിരുന്നു. വളരെ സന്തോഷം സാറേ. നമ്മുടെ അനൗപചാരികമാണെങ്കിലും ശരി, ഔപചാരികമാണെങ്കിലും ശരി, കർത്തവ്യത്തിലേക്ക് കടക്കേണ്ട സമയമായി. ഒരിങ്ങൂർ അനുസ്മരണ ദിനത്തിൽ ആസ്വാദന കളരി തുടങ്ങിയ ഇത്തരമൊരു ഫ്രെയിമിൽ എത്തിയപ്പോൾ തന്നെ ആദ്യത്തെ പരിപാടി ഒരിങ്ങൂർ അനുസ്മരണമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനമോ ചരമദിനമോ ഒന്നും നമുക്ക് കൃത്യമായി കിട്ടിയിരുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിൽ മേടം 1 വിഷു ദിനമെന്ന് ഞങ്ങളങ്ങ് തീരുമാനിക്കുകയായിരുന്നു. ആദ്യത്തെ കുചേലവൃത്തവും ഈ അനുസ്മരണ സദസ്സുമൊക്കെ ചെങ്ങന്നൂർ ഗേൾസ് സ്കൂളിലായിരുന്നു അന്നത്തെ പരിപാടി, അവിടെയാണ് നടത്തിയത്. അതിനുശേഷം ഈ വർഷമാണ് ഈ ഒരു മാറ്റം വരുന്നത്. കാരണം വിഷു ദിനം എല്ലാവർക്കും ഒന്നിച്ചു കൂടാനുള്ളൊരു അവസരം ഇല്ലാതെ പോകുന്നുവെന്ന് കണ്ടുകൊണ്ടാണ് ആ ഡേറ്റ് മാറ്റിയത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുചേലവൃത്തം കഥ മാറി നളചരിതത്തിലേക്കും എത്തി. പക്ഷേ മാറാതെ നിന്നത് സംഘാടകനും സഹൃദയനുമായ ഒരാളെ എടുത്തു പറയുകയാണ്. സംഘാടകനും സഹൃദയനും രണ്ടും കൂടി ആവാൻ ഇത്തിരി വിഷമമാണ്. അങ്ങനെ ഒരാളെ ഒരു കലാകാരനെ പരിഗണിക്കുന്നതിന് മുമ്പ് പരിഗണിക്കണം, ആദരിക്കണം എന്നുള്ള ഞങ്ങളുടെ തീരുമാനമായിരുന്നു. ആദ്യത്തെ ആ സമാദരണം കോട്ടയം കളിയരങ്ങിൻ്റെ പള്ളം ചന്ദ്രൻചേട്ടനായിരുന്നു. രണ്ടാമത് അത് നൽകിയത് കളർകോട് മുരളിച്ചേട്ടനായിരുന്നു. മൂന്നാമത് മാവേലിക്കര ഗോപൻ സാറിനായിരുന്നു. നാലാമത് അത് ഞങ്ങൾ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ ചാലക്കുടി മുരളി മാഷിന് നൽകുകയാണ്. മാഷ് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ചെങ്ങന്നൂർ ഈ പേരിശ്ശേരിയിലെ ഇവിടെ കൂടുന്ന സഹൃദയർക്കും സംഘാംഗങ്ങൾക്കും മാഷൊരു അന്യനല്ല. ഒരു വേണുസാറിൻ്റെ കൃഷ്ണലീല അവതരിപ്പിക്കുന്ന സമയത്ത് ഓടിപ്പാഞ്ഞ് വന്ന ഒരു വരവ് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അന്ന് വളരെ വിചിത്രമായിട്ട് വിളക്ക് വെച്ച് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും താമസിക്കാൻ ഇട വന്നത്. ചെണ്ടക്കാരൻ ചെണ്ട മറന്നുപോയൊരു അത്ഭുതം ഇവിടെ തോല് മറന്നുപോയൊരു അത്ഭുതം ഇവിടെ സംഭവിച്ചു. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഒരു മാർഗവും ഇല്ല. ഉച്ചയ്ക്ക് തുടങ്ങിയ ചർച്ചയാണ്. എല്ലാവരും 1-2 റൗണ്ട് കൃഷ്ണലീല ചർച്ച ചെയ്തു. വീണ്ടും മുരളിമാഷിന് മൈക്ക് കൊടുത്തു. ഈ ചെണ്ടക്കോല് വരുന്നിടം വരെ വിളക്ക് വെച്ച് കഴിഞ്ഞിട്ടാണ്. അതാണ് രസം. അത്രയും സമയം വീണ്ടും ആ കഥയെ മറ്റൊരു തരത്തിൽ അവതരിപ്പിച്ച് ബോറടിപ്പിക്കാതെ കൊണ്ടുപോയി. അങ്ങനെ അനവധി അരങ്ങുകളിൽ ഇവിടെ തന്നെ സാർ എത്തിച്ചേർന്നുണ്ട്. മാഷിനെ വെറും മാഷ് എന്ന ഒരു അധ്യാപകൻ എന്ന അർത്ഥത്തിൽ മാത്രമാണ് അറിഞ്ഞത്. അദ്ദേഹം ദീർഘനാൾ സ്കൂളിൽ കണക്കധ്യാപകനായിട്ടും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സാർ പറഞ്ഞ കഥയനുസരിച്ച്, മാഷ് പറഞ്ഞതനുസരിച്ച് ഒരു വലിയ സ്കൂളിലേക്ക് സാർ മാഷിനെ ദത്തെടുക്കുകയായിരുന്നു പ്രിൻസിപ്പലായിട്ട്. ഒരു എയ്ഡഡ് സ്കൂളിൽ നിന്ന് മറ്റൊരു എയ്ഡഡ് സ്കൂളിലേക്ക്. അങ്ങനെ ഞാനൊരു എയ്ഡഡ് സ്കൂൾ അധ്യാപകനാണ്. പോകാൻ പറ്റില്ല, ഒരു മാനേജ്മെൻ്റ് അത് സമ്മതിക്കില്ല. പണ്ടത്തെ കാലത്തൊക്കെ കോളേജിലൊക്കെ ഈ പ്രൊഫസർമാരുടെയൊക്കെ ലെക്ചറിങ് കേട്ടിട്ട് ചില വലിയ കത്തോലിക്ക സഭയുടെ അച്ഛന്മാരൊക്കെ കുത്തിക്കൊണ്ടു പോയ കഥയൊക്കെ പ്രൊഫസർ കൈലാസം ക്രിസ്ത്യൻ കോളേജിൽ അങ്ങനെയൊക്കെ ഒരാളെ കുറിച്ചൊക്കെ സുരേഷ് സാറിനൊക്കെ അറിയാം. അങ്ങനെയുള്ളൊരു കിട്ടും. അതുപോലെ മാഷിനെ കൊത്തിക്കൊണ്ടുപോയി ഒരു SNDP സ്കൂളിൻ്റെ പ്രിൻസിപ്പലാക്കി 8 വർഷം ഇരുത്തി. അതായത് 2800 കുട്ടികൾ കണ്ണു തള്ളിപ്പോയി. അത്രയും കുട്ടികളുടെ പ്രിൻസിപ്പലായിട്ടിരുന്നു. അങ്ങനെ ഒരു മാഷ് 19ാമത്തെ വയസ്സിൽ ഭൂതനാമോക്ഷം കഥകളിക്ക് ലൈവായി മുദ്രയ്ക്ക് അനുസരിച്ച് പറയാൻ സാധിച്ചു എന്നത് കേവലം ഒരു എന്താ പറയുക ചെറുതല്ലാത്തൊരു അനുഭവമാണ്. അങ്ങനെയുള്ള മുരളി മാഷിനെ അതിനപ്പുറത്ത് എനിക്ക് തോന്നുന്നത് ഷൺമുഖൻ്റെയൊക്കെ ബാച്ചിൽപ്പെട്ട എത്രയോ കുട്ടികളെ
കൈപിടിച്ച് ആ സഭാകമ്പം മാറ്റിക്കൊണ്ട് എത്ര പരിപാടികളാണ് മാഷ് അവിടെ നടത്തിയത്. ഏതാണ്ട് കഴിഞ്ഞ 10-20 വർഷത്തോളം അല്ലേ അംബിഷൻ സ്മാരക കഥകളി ക്ലബിൻ്റെ അതുക്കും മേലെ 40 വർഷത്തോളം അതിൻ്റെ സംഘാടകനായിട്ടും പ്രോഗ്രാം കോർഡിനേറ്ററായിട്ടും ഒക്കെ നിന്നിരിക്കുന്ന മുരളി മാഷിനെ ഞങ്ങൾ സ്നേഹത്തോടെ ആദരിക്കുകയാണ് ഈ വേദിയിൽ. ആ ചുമതലയും കൂടി ഞങ്ങൾ കലാമണ്ഡലത്തിൻ്റെ മുൻ വൈസ് ചാൻസലറായ സുരേഷ് സാറിനെ ആ ഭാരവും കൂടി ഏൽപ്പിക്കുന്നു. അത് സദയം സ്വീകരിക്കുക. നവയൗവനവും വന്ന് നാളോറും വളരുന്നു. അങ്ങനെ നാളോറും വളരാൻ ഒരു ആസ്വാദകന് സാധിക്കട്ടെ. ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടെങ്കിലേ കഥകൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ മാഷെ? ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാവും മാഷിന്. ദീർഘായുസ്സോടെ. ഏറ്റവും ബഹുമാനപ്പെട്ട സുരേഷ് സാറ്, ക്ലബിൻ്റെ സെക്രട്ടറി, പ്രസിഡന്റ്, സഹോദരി, മറ്റു സുഹൃത്തുക്കളെ, ഈ ആദരവിനപ്പുറം അതിലെ വ്യക്തിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരിൽ ഒരാളായി, 4മതായി, അതിനപ്പുറത്തേക്ക് ഈ സംഘടനയോടുള്ളൊരു സുഖം ആദ്യം പങ്കുവയ്ക്കട്ടെ. ഒരു 30 രൂപയെങ്കിലും കുറഞ്ഞതില്ലാതെ ഒരു കളി നടത്താൻ പറ്റാത്ത ഇക്കാലത്ത്, അതവിടെ നിന്ന് പിടിച്ചാൽ 70-80 ഒക്കെ ആയാലും നല്ല കളി നടക്കുക. അതാണ് ഇന്നത്തെ സ്ഥിതി. അത്രയും പൈസ ചെലവ് ചെയ്തൊരു പ്രോഗ്രാം നടത്തുമ്പോൾ, പ്രത്യേകിച്ച് സംഘടന ആയി അത് നടത്തുമ്പോൾ, അതിൻ്റെ കൂടെ ഒരു അക്കാഡമിക് പാർട്ട് ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്ന സംഘടനകളും ക്ലബ്ബുകളും കുറഞ്ഞു വരുന്നു. ചെങ്ങന്നൂർ ആസ്വാദന കളരിയുടെ ഏറ്റവും ക്ഷേമമായ ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചെലവാക്കുന്ന വലിയ തുകയുടെ കൂടെ ഒരു അക്കാഡമിക് പാർട്ട് എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ കളരിയിൽ നിന്നൊരു സമ്മാനം കിട്ടുന്നതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അടുത്തത് അതിവിചിത്രമായ മറ്റൊരു സന്തോഷം, ഇവിടുത്തെ കളികൾക്ക് പങ്കെടുക്കുന്ന കലാകാരന്മാരും ആസ്വാദകരും സംഘാടകരും ഒക്കെ ഒരുപോലെ ആദരിക്കപ്പെടുന്ന സഭകളിലൊന്നാണിത്. കാരണം ഒരു ചർച്ച ഇവിടെ സംഘടിപ്പിച്ചാൽ, എൻ്റെ അനുഭവത്തിൽ 4-5 ചർച്ചകൾ ഇവിടെ, ആ ചർച്ചയിലൊക്കെ കലാകാര പക്ഷവും ആസ്വാദക പക്ഷവും സംഘാടക പക്ഷവും കേൾക്കാനും പറയാനും അവസരമുള്ള ഏക സ്ഥലം ചെങ്ങന്നൂരാണെന്ന് എടുത്തു പറയേണ്ടി വരും. അല്ലെങ്കിൽ ഏതോ ഒരു കേമൻ്റെ വാക്കുകൾ കേട്ട് നമ്മൾ പോകും. കലാകാരൻ്റെ പക്ഷവും ആസ്വാദകൻ്റെ പക്ഷവും അതുപോലെ സംഘാടകൻ്റെ പക്ഷവും ഇവിടെ ഒന്ന് അവതരിപ്പിക്കാൻ അവസരമുള്ള, അതാണ് ഈ സഭയുടെ 2ാമത്തെ പണി. അതിലും വലിയ വേറൊരു സന്തോഷം, ഈ പ്രദേശത്ത് മൺമറഞ്ഞു പോയ ഒരുപാട് കലാകാരന്മാരുടെ വീടുകളായിട്ടും ബന്ധുക്കളായിട്ടും ചെങ്ങന്നൂർ സഭ പോലെ ബന്ധമുള്ള ഒരു സഭ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു കഥകളി ആസ്വാദന സമിതി. ഇപ്പോൾ ഏറ്റവും ഉദാഹരണം പറഞ്ഞാൽ അദ്ദേഹമടക്കം മിക്കവാറും ഈ പ്രദേശത്തെ പ്രധാന കലാകാരന്മാരുടെയൊക്കെ മക്കളോ മരുമക്കളോ കുട്ടികളോ ഒക്കെ ഇവിടെ ക്ഷണിതാക്കളോ സ്വന്തം വകയിലോ ഇവിടെ കാണാം എന്നുള്ളത് വലിയ സന്തോഷം. ഞങ്ങൾക്കൊന്നും അങ്ങനെ അനുഭവം ഒന്നും എടുത്തു കാണിക്കാൻ പോലും കിട്ടാറില്ല വടക്കോട്ട്. ഞാൻ ഉറപ്പിച്ച് പറയട്ടെ, സുരേഷ് സാർ പറഞ്ഞതിൻ്റെ ബാക്കി പത്രമായിട്ട് ഇവിടെ ഒരു സംസ്കാരത്തിൻ്റെ തുടർച്ചയ്ക്ക് ഈ സഭ കാരണമായി എന്ന് പറയത്തക്ക രീതിയിൽ ഈ കലാകാരന്മാരുടെയൊക്കെ, കാരണം നമ്മൾ പുറത്ത് കാണുന്നതല്ല കലാകാരൻ ജീവിതത്തിൽ, അതിൻ്റെ അകത്ത് വീട്ടിൽ കണ്ട കലാകാരനെ ആ കലയെ ഓർത്ത് സന്തോഷിച്ചു വരുന്ന ആൾക്കാർ. ഈ തരത്തിൽ കുറേ വ്യത്യാസമുള്ള ഈ സഭയുടെ ഒരു ആദരവിനുള്ള സന്തോഷം വ്യക്തി എന്നതിനധികം ഇപ്പോൾ എനിക്ക് കിട്ടി എന്നത് ഇനിയിപ്പോൾ വരാൻ പോകുന്ന നളൻ്റെ അവസ്ഥയാണ്. വിവരം പറയണം, ഇങ്ങനെ ദേവന്മാരെ കല്യാണം കഴിക്കണമെന്ന് പറയാനാണ് വരണത് നളൻ, ഇന്നത്തെ നളൻ. ആ വരണ ദൗത്യം പറഞ്ഞു കഴിയുമ്പോൾ ഞാനത് ചെയ്യില്ല എന്ന് ദമയന്തി പറയുമ്പോൾ പുറത്ത്
ഇന്ദ്രാദികളുടെ ദേഷ്യം സമ്പാദിക്കേണ്ടെന്ന് കാണിക്കാനുള്ള ദേഷ്യവും അകത്ത് വലിയ സന്തോഷവും. എന്നെ വെച്ച് ആര് എന്ന് പറഞ്ഞ മാതിരി എൻ്റെ കഥ. പുറത്തെ ഒരു ദേഷ്യം, അകത്ത് വലിയ സന്തോഷം ഇതിങ്ങനെ കിട്ടിയത്. അതിലുപരി ഈ ഒരു ട്രെൻഡ്, ഈ ആസ്വാദകനെയോ അല്ലെങ്കിൽ സംഘാടകനെയോ എന്നുള്ള കൂടി ഇതിൻ്റെ ഒരു ഭാഗമാണെന്നുള്ള ചിന്തയ്ക്കാണ് എനിക്ക് പ്രാധാന്യം തോന്നുന്നത്. അതിനാണ് സന്തോഷവും. പിന്നെ സുരേഷ് സാർ സൂചിപ്പിച്ചതിൽ സന്തോഷം കൂടി പറയട്ടെ. അങ്ങനെയായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത ആ അവാർഡ്, MKK നായർ സാർ അവാർഡ് 19 എനിക്കായിരുന്നു. അങ്ങനെ ഒരു സന്തോഷം കൂടി അതിനിടയ്ക്കുണ്ട്. കാരണം ഞാൻ കേട്ടു വളർന്ന ഏറ്റവും വലിയ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു MKK സാർ. അതിന് കാരണം FACTയിലെ ഒരു 4 ഉദ്യോഗസ്ഥരെങ്കിലും എൻ്റെ ഒരു അടുത്ത പരിചയത്തിലും അല്ലെങ്കിൽ എൻ്റെ കൂടെയും ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു അക്കാലം. അതിൻ്റെ തുടർച്ച അന്നൊക്കെ കേട്ടിട്ടുള്ള നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു കലാകാരൻ, ആസ്വാദകൻ അഥവാ ഒരു കഥകളെ സംബന്ധിച്ചൊരു വലിയ ഇമേജ് ആയിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് കേട്ടത്. അദ്ദേഹത്തിൻ്റെ പേരിലൊരു അവാർഡ് കിട്ടാൻ ഭാഗ്യമുണ്ടായി. അത് എങ്ങനെ വന്നു എന്നുള്ളത് ഒരു തലവരുണ്ട്. മാത്രമല്ല, ഈ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ബഹുവിചിത്ര. തുടക്കകാലത്ത് 2 മിനിറ്റ് കൂടി എടുക്കാമല്ലോ അല്ലേ? നമ്മുടെ കൂടെയുള്ള അദ്ദേഹം ഒരു വളരെ ക്ഷേത്രങ്ങളുടെ താന്ത്രിക അവകാശമുള്ളൊരു തന്ത്രിമുഖ്യനും കൂടിയാണ്. അപ്പം അദ്ദേഹത്തിന് അമ്പലങ്ങളിലേക്ക് പോകേണ്ട സമയം അതിക്രമിക്കുന്നു. അപ്പം ഒരനുഗ്രഹ ഭാഷണം അദ്ദേഹത്തിൻ്റെ കൂടെ സ്വീകരിച്ചിട്ട് ബാക്കി പറയാം. ഏതായാലും നമ്മൾ ഔപചാരികതയെ മാറ്റി നിർത്തിയിട്ടാണ് നിൽക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ചെമ്മന്നൂരിൽ ഇതുപോലെയുള്ള ഒരു കഥകളി ആസ്വാദന കളരിയിൽ അംഗമാകുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അതിന് അദ്ദേഹം നിങ്ങളോടൊക്കെ നന്ദി പറയുന്നു. അതേപോലെ തന്നെ ചെങ്ങന്നൂരിൻ്റെ പെരുമ ഏറ്റവും മുൻകാലങ്ങളിൽ ക്ഷേത്ര കലകളുമായി ബന്ധപ്പെട്ട് ഈ കഥകളി കൂടി കൂടുതൽ പ്രചാരം ലഭിച്ച ഒരു പ്രദേശമാണ് നമ്മുടെ ചെങ്ങന്നൂർ. ചെങ്ങന്നൂരിൽ ഇങ്ങനൊരു കഥകളി ആസ്വാദന കളരിയും അതേപോലെ ഇങ്ങനെയുള്ള ഒരു അനുസ്മരണവും നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള പഴയ കലാകാരന്മാരെ അനുസ്മരിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു മഹാഭാഗ്യം തന്നെയാണ്. ഇതിൽ കൂടി നമ്മുടെ നാളത്തെ തലമുറയെ കൂടുതൽ കഥകളിയിലേക്ക് ആകർഷിക്കുവാനും കഥകളി എന്ന് പറയുന്ന നമ്മുടെ സംസ്കാരമായി മാറ്റുവാൻ നമുക്ക് കഴിയത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് എല്ലാ രീതിയിലും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സന്തോഷം വന്നതിലും കുറേ നേരമെങ്കിലും ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിലും. പക്ഷേ തുടരാം. ചെറുപ്പക്കാരുടെ ഒരു കളി വെക്കട്ടെ എന്ന് ചോദിച്ചു. കുട്ടികളുടെ വലിയ മനസ്സൊന്നും ഇല്ലാണ്ട് സമ്മതിച്ചു. കാരണം അവർക്ക് ചെറുപ്പക്കാരെ ഒന്നും കണ്ടുകൂടാ, അതൊന്നും ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ അയച്ച ചെറുപ്പക്കാരൻ്റെ പേര് പറഞ്ഞു. പ്രധാന വേഷം ചെയ്യാനുള്ള ആള്. ഇവർക്ക് ആർക്കും അയാളെ അറിയില്ല, ഒരു വഴക്കുമില്ല. രണ്ടാമത്തെ പേര് പറഞ്ഞു, അപ്പോഴും ഇവർക്കാർക്കും അറിയില്ല. അങ്ങനെ ആ സെറ്റ് മുഴുവൻ പറഞ്ഞു. അങ്ങനെ 23 വയസ്സിലാണ് ഞാൻ കുട്ടികളെ വെച്ചിട്ട് കലാമണ്ഡലത്തിൽ പഠിച്ചപ്പോൾ പുറത്തിറങ്ങിയ കുട്ടികളെ വെച്ചിട്ട് ഒരു കളി നടത്തി തുടങ്ങിയത്. അന്ന് അതിന് എന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നത് ചാലക്കുടി നമ്പീശൻ എന്ന് പറയുന്ന മന്ദള ചക്രവർത്തിയുടെ മകനായിട്ടുള്ള ഉണ്ണിയേട്ടൻ. അദ്ദേഹം മരിച്ചുപോയി. ഉണ്ണിയേട്ടനായിരുന്നു. പിന്നെ അവിടെ ഞങ്ങൾ രണ്ടാളും കൂടി ചാലക്കുടി ക്ലബിന് കുട്ടികളുടെ ക്ലബ്ബായിട്ട് മാറി കുറച്ച് കഴിഞ്ഞ്. ഇപ്പോഴും ചാലക്കുടി ക്ലബിൻ്റെ വാർഷികത്തിൽ കുട്ടികളെ പങ്കെടുക്കുക. ഇത്തവണ മെയ് 19-നാണ് ആ കളി. 6 കഥയാണ്. ഒരു കലാകാരന് 1.5 മണിക്കൂർ സമയം അനുവദിക്കുള്ളൂ ഒരു പാട്ട്. ഇപ്പോൾ ഇന്നിവിടെ പങ്കെടുക്കുന്ന അഖിൽ വർമ്മ എന്ന കുട്ടിയുടെ ക്രമീരോധം ലളിതയായിട്ടാണ് അന്ന് അവിടെ തുടങ്ങണത്. അവൻ ആദ്യം ചെയ്യുന്ന വേഷമാണ്. ലളിത മുമ്പ് ചെയ്തിട്ടില്ല, കളരിയിൽ ചെയ്തിട്ടുണ്ടോ. അങ്ങനെ തുടങ്ങിയിട്ട് ഉത്ഭവ രാവണൻ തപസ്സാട്ടം മാത്രം, ബാലവിജയം രാവണൻ മറ്റേ കൈലോസോദ്ധാരണം വരെ അങ്ങനെ തുടങ്ങിയിട്ട് 3 രാവണൻ, വിഷ്ണു മോൻ്റെ തോലയുദ്ധ രാവണൻ അടക്കം. ഈ തരത്തിൽ കുട്ടികളിലേക്ക് ഈ കളി മാറിപ്പോകും. ഒരു തരത്തിൽ പറഞ്ഞാൽ പുറത്ത് പറയാൻ പാടില്ല. വലിയ കലാകാരന്മാർ ശ്രമിക്കുന്നു വിചാരിച്ചിട്ട് കേൾക്കാനുള്ളവരുള്ളതുകൊണ്ട് പറയാം. എന്തൊരു സുഖമെന്നറിയോ അവരുടെ ആത്മാർത്ഥത. ആദ്യമായി കിട്ടുന്ന വേഷം
ആദ്യമായി എവിടെങ്കിലും പോയി ചൊല്ലിയടിയിട്ട് വരണേ. അതിൻ്റെ ഫലം അറിയാനുള്ള അവരുടെ ഒരു ആകാംക്ഷ, നമ്മളോടുള്ള സഹകരണം, എനിക്കിതൊരു ഹരമായിട്ട് മാറി. അവസാനം ചാലക്കുടി ക്ലബ്ബ് കുട്ടികളുടെ ക്ലബ്ബായിട്ട് മാറി തുടങ്ങി. അപ്പോൾ എന്നെ ആൾക്കാർ കൊല്ലാൻ വിളിച്ചു തുടങ്ങി, മുതിർന്ന കലാകാരന്മാർ. അവരൊക്കെ കുട്ടിക്കാലത്ത് വിളിച്ചിട്ടുണ്ട്. കുറച്ച് വലുതായ പിന്നെ ഞാൻ അവരെ കാണാണ്ടും വിളിക്കാണ്ടും പോയി. എന്നിട്ട് സങ്കടം പറഞ്ഞ് എത്രയോ ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ ഒരു തമാശ കൂടി പറഞ്ഞ് നിർത്താം. അവിടെ ഈ കുട്ടിക്കളിക്ക് വിളിച്ച് എല്ലാ വർഷവും ഒരു 3-ാം ദിവസം നടത്താൻ തുടങ്ങി. ഈ 3-ാം ദിവസത്തിൽ ഒരു നല്ല ബാഹുകനും നല്ല വെളുത്ത നടനും കിട്ടും ഈ കുട്ടികൾക്ക് അവസരമായിട്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ കുറച്ചു കാലം നടത്തി കഴിഞ്ഞപ്പോൾ ഒരു മീറ്റിങ്ങിൽ വന്ന പരാതി എന്നെ അത്ഭുതപ്പെടുത്തി. അതായത് അവിടെ ബാഹുകൻ കെട്ടിയ എല്ലാവരും പിന്നീട് മോശമായി. വെളുത്ത നളം കെട്ടിയവരൊക്കെ ഇപ്പൊ എല്ലാവരും ശോഭിക്കണം. ബാഹുവൻ കെട്ടിയവർ ആരും നേരെയില്ല. പണ്ട് മാഷെ ഇനി 3-ാം ദിവസം വേണ്ട. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ തമാശകളിൽ കൂടെ ഈ കുട്ടികളിലേക്ക് ഒന്ന് ശ്രദ്ധ ചെലുത്താൻ ഉള്ളൊരു സന്തോഷം കിട്ടി എന്നുള്ളതാണ് ഈ കഥകളി പ്രവർത്തനത്തിൽ എനിക്ക് തോന്നിയ, എനിക്ക് കിട്ടിയ, അവിടെ നിന്ന് കിട്ടിയ സപ്പോർട്ടിൻ്റെ ഫലമായിട്ടുണ്ടായ ഇപ്പോഴും ഒരു സംശയമില്ല. ചെറിയ കുട്ടികൾ ഇപ്പോൾ ഈ ഇവിടെയൊക്കെ പങ്കെടുക്കുന്ന ഇന്ന് നിങ്ങളിവിടെ ഇന്ദ്രനും ഇതൊക്കെ തേക്കുന്ന കുട്ടികൾക്കൊക്കെ അവിടെ രാവണാണ് വേഷം. ആ തരത്തിൽ മറ്റ് മാസങ്ങളിലെ കളികൾ നമുക്ക് അങ്ങനെ എളുപ്പം മാറ്റാൻ പറ്റില്ല. വാർഷികം കുട്ടികളെ കൊണ്ട് മാത്രം. തീർച്ചയായിട്ടും സാർ പറഞ്ഞ മാതിരി പുതിയ തലമുറ പകച്ചു നിൽക്കുന്നൊരു സമയമുണ്ട്. കഥകളിക്ക് പഠിക്കുന്ന കാലത്ത് അവരുടെ ആശാന്മാരുടെ കൂടെയോ സ്ഥാപനത്തിൻ്റെ കൂടെയോ കുറേ വേഷം കിട്ടും. കോഴ്സ് അങ്ങോട്ട് പാസ്സാവും. പുറത്തിറങ്ങിയാൽ അന്നു മുതൽ എന്താ ചെയ്യണമെന്നോ ആരും വിളിക്കുന്നില്ല, എവിടെയും പോകാൻ പറ്റില്ല. ആ ഒരു കാലത്ത് ഇവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട് കൂടി ഈ ക്ലബ്ബുകളുടെ ഒരു ധർമ്മമായി കണക്കാക്കണം എന്നൊരു വിനീതമായ അഭ്യർത്ഥന എനിക്ക് തന്ന ആദരവിന് കടമായി പകരം ചോദിക്കുകയാണ്. കുട്ടികളെ ഇൻക്ലൂഡ് ചെയ്ത കളികൾ ഉണ്ടാവാൻ ചെങ്ങന്നൂരും പരിശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കണം. അവർക്ക് തികഞ്ഞ വേഷം. ഒരു വലിയ കഥ വെച്ചിട്ട് അതിൽ ഒരു ഒറ്റ കാര്യം കൂടി പറയാണ്ടിരിക്കാൻ നിർത്തിയില്ലേ. പറവൂരൊരു ആസ്വാദന കളരി പറവൂർ ക്ലബ്ബ് 2ാമത് തുടങ്ങിയപ്പോൾ അതിൻ്റെ ഒപ്പം നിൽക്കേണ്ടി വന്നു. അങ്ങനെ തുടങ്ങിയിട്ട് ഒരു 10 ക്ലാസ് കലാമണ്ഡലത്തിൽ പഠിച്ചിറങ്ങിയ ചെറിയ പിള്ളേരെ വെച്ചിട്ട് ആസ്വാദന ക്ലാസ്സായിട്ട് 10 ക്ലാസ് നടത്തി. എൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ട്. അപ്പോൾ അവരൊരു പ്രതിഫലം ചോദിച്ചു. എന്താ പ്രതിഫലം വേണ്ടേ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു കളി വെച്ച് കണ്ടാൽ മതി, കുട്ടികളെ വെച്ചിട്ട് കളി വെച്ചാൽ മതി, ഇത്രയും മതി പ്രതിഫലം. അങ്ങനെ ഒരു കളി തീരുമാനിച്ചു. കൃമീരോധം. ആദിത്യൻ്റെ ധർമ്മപുത്രനായിട്ട് ഒരു കൃമീരോധം തീരുമാനിച്ചു. കൃമീരോധം കഥയ്ക്ക് ജനത്തിന് വിശദീകരിക്കാൻ, അതായത് ഈ ക്ലാസ് കഴിഞ്ഞിട്ടുള്ളതാണല്ലോ, വളരെ കേമമായിട്ട് വിശദീകരിക്കണം എന്നുള്ളതുകൊണ്ട് അതിന് ഒരു നല്ല കലാകാരൻ തന്നെ വേണം തീരുമാനിച്ചു. പീശപ്പള്ളി രാജീവനെ തീരുമാനിച്ചു. പീശപ്പള്ളി രാജീവൻ അവിടെ എത്തിയിട്ട് കൃമീരോധം കഥ പൂർവ്വവും അകവും ബാക്കിയുള്ളതും ഒക്കെ കേമായിട്ട് വിസ്തരിച്ചു. ആദിത്യൻ വേഷം ഒരുങ്ങി അരങ്ങിലേക്ക് വരാൻ പോവുകയാണ്. ഈ സംഭാഷണം ക്ലോസ് ചെയ്യുമ്പോൾ അന്ന് 53 വയസ്സുണ്ട് പീശപ്പള്ളിക്ക്. പീശപ്പള്ളി സംഭാഷണം ക്ലോസ് ചെയ്ത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ഈ വേഷം കെട്ടിയിട്ടില്ല, ഞാൻ കൃമീരോധം ധർമ്മപുത്രത് കെട്ടിയിട്ടില്ല ഇന്ന് വരെ. ശരിക്കും എനിക്ക് എന്താ പറയുക, മുഖത്ത് അടി കൊണ്ട മാതിരിയായിരുന്നു എൻ്റെ ഫലം. ഞാനാണ് പീശപ്പള്ളി തന്നെ വരട്ടെ ഇതിനെ പറയാമെന്ന് പറഞ്ഞത്. അതിൻ്റെ പിറ്റേ മാസം ചാലക്കുടിയിൽ അയാൾക്ക് ഒരു അവാർഡോട് കൂടിയിട്ട് ക്രമീരോധം ധർമ്മപുത്രർ കെട്ടിച്ചു. അത് വേറെ കഥ. അപ്പോൾ ഞാൻ പറയുന്ന സങ്കടം ഇതാണ്. ഇതിൽ കുറേ ഈ പണ്ടത്തെ യൗവനവും അതിങ്ങനെ ബാല്യവും യൗവനവും കൗമാരത്തിനൊക്കെ കാലങ്ങളെ കൊണ്ട് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കണക്കാക്കി കുട്ടികൾക്ക് അവർ വിജയിച്ചില്ലെങ്കിൽ പോലും ഒരു അവസരം കൊടുക്കാനുള്ള ഒരു സ്ഥിതി കഥകളിക്ക് ആവശ്യമായിരിക്കുന്നു. അതുണ്ടാവണം. പക്ഷെ അതായിരിക്കും എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷം. എൻ്റെ സന്തോഷം അതാണ്. അതും കൂടി ചേർത്ത് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെയൊരു ആസ്വാദന കളരിയുടെ ഈ പ്രവർത്തനങ്ങളിലുള്ള സന്തോഷം തന്നെയാണ് എൻ്റെ സന്തോഷം. ഇവിടെ വരാനുള്ളത് ഇങ്ങനെ എപ്പോഴെങ്കിലും ആദരിക്കുന്ന പ്രതീക്ഷ. ശർമ്മ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി കൂടി പറയലും ആദരിക്കലൊക്കെ ഉണ്ടായേ. അതിനൊക്കെ അപ്പുറത്ത് ഇതിൻ്റെ പ്രവർത്തനങ്ങളെ പങ്കാളിയാവാനും ഒപ്പം ഉണ്ടാവാനുള്ള സന്തോഷം തന്നെ ഏറ്റവും വലുത്. ഇങ്ങനെ അതും സാറേ പോലെ എന്താ പറയുക, ഇതിൻ്റെ അകവും പുറം അറിയാവുന്ന ഒരാളുടെ കയ്യിൽ നിന്നായതിനുള്ള സന്തോഷം കൂടി സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞിട്ട് നമസ്കാരം. ഏറെ സന്തോഷം, ഏറെ നന്ദി മുരളി മാഷ്.
മാഷ് പറഞ്ഞതുപോലെ ഇവിടെ സഹൃദയനും സംഘാടകനും ഒന്നും ഇല്ലാതാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നന്നായി അറിഞ്ഞ് കഥകളി കാണുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ്. ആ ശ്രമത്തിൽ ഒരുപക്ഷെ എണ്ണം കുറയുന്നുണ്ടാകും, പക്ഷേ വണ്ണം കുറയുന്നില്ല എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. കഥകളി പ്രധാനമാണ്. പറഞ്ഞതിൽ നിന്ന് കുറച്ച് സമയം മുന്നേക്ക് നീങ്ങി, അതുകൊണ്ട് ഒട്ടും താമസിക്കാതെ തന്നെ കഥകളിയിലേക്ക് കടക്കാം. ഇന്ദ്രർഷഭാദ്രവിണേനോ ദധാതു